പിന്നെ അവിടുന്ന് എൻ്റെ ഉപ്പാക്ക് അറ്റാക്ക് വന്നിട്ട് അങ്ങനെ ഉപ്പ മരണപ്പെടുകയാണ് ആ സമയത്ത് നമ്മൾ ചെയ്തത്. അപ്പോൾ എന്തായാലും നാട്ടിൽ ഉമ്മയും വൈഫൊക്കെ മാത്രമാണ് നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ നാട്ടിൽ എന്തായാലും ഒരാൾ വേണം. താങ്കൾ ഇളയ മകനുമാണ്? ഇളയ മകനുമാണ്. ബിൽഡിംഗ് ഒക്കെ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ ഉമ്മയ്ക്ക് മാത്രം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു മകൻ നാട്ടിൽ വരണം എന്നുള്ളത് നിർബന്ധ ഒരു സാഹചര്യം വരികയും, അപ്പോൾ ബ്രദേഴ്സിനൊന്നും വന്ന് വീടൊന്നും ആയിട്ടില്ല. അപ്പം എന്നാൽ ഞാൻ പോയിക്കോളാം, ആ റിസ്ക് ഞാൻ എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ നാട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങളുടെ ബിൽഡിങ് വേറൊരാൾ ഒരു ഐ ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ട് റെൻറ്റിന് ചോദിച്ചു വന്നായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പാർട്ണർഷിപ്പിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് പറയുകയും ഞങ്ങളതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഒരു 1.2 CR ഒക്കെ കോട്ടാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിലൊക്കെ ആയിട്ടാണ് അദ്ദേഹം തന്നത്. അപ്പോൾ അത് ഞങ്ങളെ തീർത്തും ചീറ്റ് ചെയ്യുകയാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവിടെ അവസാനിപ്പിച്ചു ഞങ്ങളങ്ങനെ. അതിനുശേഷമാണ് പിന്നെ ഉപ്പ മരിക്കുകയും ഇതൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ എന്തായാലും ഇനി നാട്ടിൽ ഒരാൾ നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു സാഹചര്യം വന്നു. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു തൊഴിൽ ചെയ്തതിന് ശേഷം ഒരു ബിസിനസ് തുടങ്ങുക, അത് വിജയിപ്പിക്കുക പലരുടെയും മോഹമാണ്. എന്നാൽ ഒരു പ്രവാസിയായിരുന്നു അദ്ദേഹം, തൊഴിൽ വിജയിച്ചിട്ടുണ്ട്, പിന്നീട് ഒരു സ്ഥാപനം തുടങ്ങുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ഥാപനം തുടങ്ങേണ്ടി വരുന്നു, അത് വിജയിപ്പിക്കുന്നു. ഇത്തരം സ്പാർക്കുള്ളൊരു കഥ പറയാൻ ശ്രീ ഹിദായത്തുള്ളയാണ് എന്നോടൊപ്പം ഇരിക്കുന്നത്. താങ്കൾക്ക് സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് പാലക്കാട് ജില്ലയിൽ ചെർപ്പുളശ്ശേരി എന്ന സ്ഥലത്താണ് എൻ്റെ നാട്ടിൽ. പഠനമൊക്കെ എവിടെയായിരുന്നു? പഠനം MBA ആണ്. ഞാൻ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ MBA ആണ്. കോയമ്പത്തൂർ DG അക്കാദമി എന്ന് പറഞ്ഞ ഒരു കോളേജിലായിരുന്നു, ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു കോളേജിലാണ് MBA കഴിഞ്ഞത്. ഫാദർ എന്താണ് ചെയ്തത്? ഫാദർ ഉസ്താദാണ്. അദ്ദേഹം 10-16 വർഷം ഖത്തറിൽ അവിടെ ഔക്കാഫിൽ ഇമാമായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ താങ്കളും അവിടെ ആയിരുന്നു പഠിച്ചത്, അതോ നാട്ടിൽ തന്നെ ആയിരുന്നു? നാട്ടിലാണ് പഠിച്ചതൊക്കെ. ഫാമിലിയിൽ ഉമ്മ വേറെ ആരൊക്കെയാണ്? ഉമ്മ, അതുപോലെ തന്നെ 2 ബ്രദേഴ്സ്, 2 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 5 മക്കളാണ്. പഠനം കഴിഞ്ഞ് എന്താണ് ചെയ്തത്? പഠനം കഴിഞ്ഞ് നാടിനടുത്ത് തന്നെ ഉള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാനൊരു സെക്രട്ടറി ആയിട്ടാണ് ഫസ്റ്റ് ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ കയറുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഉപ്പാക്കൊരു അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലൊരാളുടെ ഒരു ആവശ്യം, ഉപ്പാൻ്റെ അടുത്തൊരു ആവശ്യമുള്ളത് കൊണ്ട് ഒരു മോൻ എന്നുള്ള രീതിയിൽ നാട്ടിൽ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2 വർഷം അവിടെ ബാങ്കിൽ വർക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഇതിനേക്കാൾ കുറച്ചും കൂടി MBA ഒക്കെ കഴിഞ്ഞ ആൾ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി നല്ലൊരു പൊട്ടൻഷ്യൽ ഒരു ഓപ്പർച്യൂണിറ്റി ഹിദായത്തിൽ എനിക്ക് കിട്ടുമെന്നുള്ളത് ഒരു സാർ നമ്മൾ അവിടുത്തെ പറയുന്നതിന് ശേഷമാണ് എന്നാൽ ഗൾഫിലൊന്ന് പോയി നോക്കാം, ബ്രദേഴ്സ് എല്ലാം അവിടെയുണ്ട്, അപ്പോൾ അങ്ങനെ പോയി നോക്കാം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഖത്തറിലോട്ട് പോകുന്നത്. അപ്പോൾ ബ്രദേഴ്സും ഖത്തറിലാണ്? ആ, ബ്രദേഴ്സ് ഖത്തറിൽ തന്നെയാണ്. 2 ബ്രദേഴ്സ്. താങ്കളും പ്രവാസിയായി? അതെ, പ്രവാസിയായി. അവിടെ ചെന്നിട്ട് എന്ത് ജോലിയാണ് ആദ്യം കിട്ടിയത്? ഖത്തറിൽ ആദ്യം കിട്ടിയത് HR&A എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു UK ബേസ്ഡ് സ്വാൻസി സർവേസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് എനിക്ക് ആദ്യം ജോലി കിട്ടുന്നത്. അതൊരു സർവേയിങ് കമ്പനി ആയിരുന്നു. ഇന്ന് കാണുന്ന ഖത്തർ നാഷണൽ മ്യൂസിയത്തിൻ്റെ ഒക്കെ വർക്കാണ് ഞാൻ ചെയ്യുന്ന സമയത്ത് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു വർഷത്തോളം ജോയിൻ ചെയ്തു. ഫസ്റ്റ് 6 മന്ത് ഞാനൊരു അഡ്മിൻ എക്സിക്യൂട്ടീവായിട്ട് എൻ്റെ വർക്ക് ചെയ്തു. സെക്കൻഡ് 6 മന്തിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ ബോസ്മാരുടെ ഒക്കെ ഗേൾ ഫ്രണ്ട്സ് വന്ന് നോക്കുമ്പോൾ എന്നെ എടുത്തിട്ട് സൈറ്റിലോട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് അവിടെ സർവേയർമാരുടെ അസിസ്റ്റൻറ്റ് ജോബായിട്ടാണ് പിന്നെ എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. പഠിച്ചത് MBA ആണ്? പഠിച്ചത് MBA ആണ്. അപ്പോൾ അതിൽ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് വേറെ ജോബ് അന്വേഷിക്കൽ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് അവിടെ ഖത്തറിൻ്റെ കരാമ എന്ന് പറയുന്ന ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയൊക്കെ പോലെയുള്ള ഒരു സ്ഥാപനമുണ്ട് അവിടെ. അവരുടെ വാട്ടർ റിസർവർ പ്രൊജക്റ്റിൽ ഒരു JV ആണ് അത്. അപ്പോൾ അതിൽ എനിക്ക് HR ഓഫീസറായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അവിടെ 1.5 വർഷത്തോളം നമ്മളവിടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു? ശമ്പളം ഒരു 60,000 റിയാലൊക്കെ അന്ന് സ്റ്റാർട്ടിങ് ശമ്പളം അന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നെ അവിടെ നിന്ന് എൻ്റെ ഉപ്പാക്ക് അറ്റാക്ക് വന്നിട്ട് അങ്ങനെ ഉപ്പ മരണപ്പെടുകയാണ് ആ സമയത്ത് നമ്മൾ ചെയ്തത്. അപ്പോൾ എന്തായാലും നാട്ടിൽ ഉമ്മയും വൈഫൊക്കെ മാത്രമാണ് നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ നാട്ടിൽ എന്തായാലും ഒരാൾ വേണം. താങ്കൾ ഇളയ മകനുമാണ്? ഇളയ മകനുമാണ്. ബിൽഡിംഗ് ഒക്കെ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ ഉമ്മയ്ക്ക് മാത്രം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു മകൻ നാട്ടിൽ വരണം എന്നുള്ളത് നിർബന്ധ ഒരു സാഹചര്യം വരികയും, അപ്പോൾ ബ്രദേഴ്സിനൊന്നും വന്ന് വീടൊന്നും ആയിട്ടില്ല.
അപ്പം എന്നാൽ ഞാൻ പോയിക്കോളാം, ആ റിസ്ക് ഞാൻ എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ നാട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങളുടെ ബിൽഡിങ് വേറൊരാൾ ഒരു ഐ ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ട് റെൻറ്റിന് ചോദിച്ചു വന്നായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പാർട്ണർഷിപ്പിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് പറയുകയും ഞങ്ങളതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഒരു 1.2 CR ഒക്കെ കോട്ടാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിലൊക്കെ ആയിട്ടാണ് അദ്ദേഹം തന്നത്. അപ്പോൾ അത് ഞങ്ങളെ തീർത്തും ചീറ്റ് ചെയ്യുകയാണെന്നുള്ള ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവിടെ അവസാനിപ്പിച്ചു ഞങ്ങളങ്ങനെ. അതിനുശേഷമാണ് പിന്നെ ഉപ്പ മരിക്കുകയും ഇതൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ എന്തായാലും ഇനി നാട്ടിൽ ഒരാൾ നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു സാഹചര്യം വന്നു. താങ്കൾക്കാണെങ്കിൽ ഒരു ജോലിയിലോട്ട് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാട്ടിൽ ചെയ്യണം. MBA കഴിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സംരംഭകനാണ് തീരുമാനിച്ചു. എന്തിലേക്കാണ് ഇറങ്ങിയത്? അങ്ങനെ ഞങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്ന ആ ഒരു ഐ ഹോസ്പിറ്റലിൽ ഒരു ഐ ക്ലിനിക്കായിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ഒരു തോട്ടം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളൊന്നുമില്ല, ഒരറിവില്ല. പക്ഷേ എങ്കിലും ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ അതിന് നടത്തി. അവിടുത്തെ ലൊക്കേഷനും ഇതോടെ വിജയിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നോർമൽ വ്യൂവിലുള്ളതിൽ നമ്മളത് ചെയ്യുകയും അപ്പോൾ അതിൽ നമുക്കൊരു നല്ല റിസൾട്ട് ഇതിലുണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തുള്ള ഒരാളുടെ സഹായത്തോടെ ആണ് ഞങ്ങൾ ഈ ഒരു ഐ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇതിൻ്റെ മെഷീൻസ് എന്താണോ ഇതിൻ്റെ ഒരു ABCD ഞങ്ങൾക്ക് അറിയില്ല. ക്ലിനിക്ക് മാത്രമാണ്, സർജറി കാര്യങ്ങളില്ല, ക്ലിനിക്ക് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ കൂടുതൽ ലോണായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത്. എൻ്റെ പിന്നെ എൽഡർ ബ്രദറായിട്ടുള്ള ഹബീബുള്ള എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം ഒരു 11 ലക്ഷത്തോളം രൂപ ഖത്തറിന് ലോൺ എടുത്തു. നാട്ടിൽ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു 16 ലക്ഷം അവിടുന്ന് ലോൺ എടുത്തു. പിന്നെ ഒരു കസിൻ ബ്രദർ നമുക്കൊരു 10-17 ലക്ഷം രൂപ നമുക്ക് അങ്ങനെ ആക്കി തന്നു. പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് ഗോൾഡൊക്കെ വെച്ചിട്ടൊക്കെ ആയിട്ടാണ് ഒരു 50 ലാഖ് സംരംഭകരും തുടങ്ങുന്ന പോലെ തന്നെയാണ്. അതെ, അങ്ങനെ 50 ലക്ഷമാണ് മുതൽ മുടക്ക്. 50 ലക്ഷമാണ് മുതൽ. ശരി, എങ്ങനെ പോയി അത്? അതൊരു 3 മാസമൊക്കെ നല്ല രീതിയിലേക്ക് അങ്ങനെ പോയി. പിന്നെ നമുക്ക് പേഷ്യൻസ് ഫ്ലോ കൂട്ടണം, കാരണം നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് കാര്യങ്ങൾക്ക് എത്താത്തൊരു സാഹചര്യം വന്നു. കാരണം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അവിടുന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഇതിലൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. കാരണം ബ്രദേഴ്സ് എല്ലാം തിരിച്ച് ഖത്തറിൽ പോയി, ഞാനാണിത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ MBA പഠിച്ച പോലെ അല്ല ബിസിനസ്. അല്ല, MBA തിയറിയുടെ പോലെയല്ല, പ്രാക്ടിക്കലി ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ തീർത്തും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊപ്പം പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ബിസ്ല എന്ന് പറഞ്ഞൊരു ഫേമിനെ പരിചയപ്പെടുകയും അതിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. അവർ പ്രധാനമായിട്ടും ബിസിനസ്സിലുള്ള ആളുകൾക്കൊരു നല്ലൊരു ബിസിനസ്സുകാരാക്കി മാറ്റാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഫേമാണ് അതുള്ളത്. ആ ഫേമിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അതിൽ 2 തരം മീറ്റിംഗാണ് അതിലുള്ളത്. ഒന്ന് ഓൺ ബിസിനസ് ഡെവലപ്മെൻറ്റ് മീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് എൻ്റെ സ്വന്തം ഇതിൽ ജോയിൻ ചെയ്ത ഓരോ അംഗങ്ങളുടെ ബിസിനസ്സും എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ കുറച്ച് ടിപ്സൊക്കെ തരും അതിലുള്ളത്. പക്ഷെ അത് മന്ത്ലി ഒരു തവണ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ പരമാവധി എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ അവിടുത്തെ ചെയർമാൻ ഒരു ട്രെയിനിങ് തന്നു, ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ഒരു ട്രെയിനിങ് തന്നു. അതൊരു 1/2 മണിക്കൂർ സെഷനാണ് ഉണ്ടായിരുന്നത്. അത് നല്ല കാര്യമായൊരു മാറ്റം ബിസിനസ്സിലുണ്ടാക്കി തരികയാണ് അദ്ദേഹം ചെയ്തത്. ഒരു 1/2 മണിക്കൂർ സമയം അദ്ദേഹം എടുത്തുള്ളൂ അതിൽ. അത് സെയിൽസ് ഒരു 3.5 ലാഖ് ഒക്കെ ടേൺ ഓവർ ഒപ്റ്റിക്കൽസ് മാത്രം ചെയ്തിരുന്ന ഒരു 5 ലാഖിലേക്കൊക്കെ ആ മാസം തന്നെ എത്താൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്തത് ഒരു 3 കാര്യങ്ങളാണ് ചെയ്തത് അതിലുള്ളത്. ഒന്നാമതായിട്ട് ചെയ്തത് ഡെയിലി ഇത്തരത്തിലുള്ള സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ സ്റ്റാഫുകൾക്ക് ഗ്രൂപ്പിൽ ഞാനതിൽ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അവരോട് കേൾക്കാൻ വേണ്ടി പറയും. അവർ കേട്ടതിന് ശേഷം അവർക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു വോയിസ് ആയിട്ട് തിരിച്ചിടാൻ വേണ്ടി പറയും. അപ്പോൾ അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തി കൊടുക്കും. അതാണ് ഒന്നാമതായിട്ട് ചെയ്തത്. രണ്ടാമതായിട്ട് സെയിൽസിനുള്ള ഇൻസെൻറ്റീവ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ചെയ്തത് നോർമലി ആദ്യം ഏറ്റവും വില കുറഞ്ഞ ലെൻസുകളിൽ നിന്നും ഫ്രെയിമുകളിൽ നിന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇത് മേലേക്ക് പോകുന്നതിൽ നിന്ന് നേരെ റിവൈസ് ചെയ്തു. വില കൂടിയത് ബ്രാൻഡിനെ ആദ്യം പരിചയപ്പെടും, മിഡിലെങ്കിലും വന്ന് നിൽക്കുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനത്തെ ഒരു കാര്യമാണ് അതിൽ ചെയ്തത്. അത് ഞങ്ങളുടെ ബിസിനസ്സിന് നല്ല രീതിയിലേക്ക്, പിന്നെ അവിടുന്ന് അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവിടുന്ന് നല്ല രീതിയിലേക്ക് വരൽ തുടങ്ങി. ക്യാമ്പുകളൊക്കെ സജീവമായിട്ട് പോലെ തുടങ്ങി. ഓഫീസ് സ്പേസ് ക്യാമ്പുകളൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങി. പേഷ്യൻസ് ഫ്ലോ നന്നായിട്ട് കൂടി നല്ല രീതിയിലേക്കായിട്ടാണ് അങ്ങനെ പോകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയുള്ളത് അടുത്തത്, അപ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ ബാധ്യതകളൊന്നും തീർന്നിട്ടില്ല, ലോണൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അതിൻ്റെ സൈഡിലൂടെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് പറയാം. അടുത്തത് ഇതിൻ്റെ അടുത്ത എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ സർജറി ഫെസിലിറ്റിയോടുള്ള ഒരു ഹോസ്പിറ്റലാക്കി ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് താങ്കൾക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഡോക്ടർ അടക്കം 9 പേരാണ്. ഡോക്ടർ അടക്കം 9 പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്.
അപ്പോൾ നമ്മുടെ അടുത്ത് ലാഭകരമായി പോകുന്നുണ്ട് അത്. അതെ, പോകുന്നുണ്ട്. ഓക്കെ. നമ്മളെടുത്ത് വരുന്ന മെഡിക്കൽ റെപ്സും അതുപോലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഇതായത് എന്തുകൊണ്ട് നിനക്കിത് സർജറിയും കൂടെ തുടങ്ങിക്കൂടെ, എത്രയും പേഷ്യൻസ് ഫ്ലോ ഒരു അവരുടെയൊക്കെ സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു 30 പേഷ്യൻസ് ഡെയിലി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സർജറി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അവരുടെയൊക്കെ സജഷൻസ് ഉണ്ടായിരുന്നത്. മോസ്റ്റ്ലി കാറ്ററാക്ട് ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ബ്രദേഴ്സിനുമായിട്ട് ഡിസ്കസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അവർക്ക് പിന്നെ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് തുടങ്ങി ഇത് ഫുള്ള് റിക്കവർ ആയിട്ട് വന്നിട്ടില്ല, ഇതിൻ്റെ ROI കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴേക്കും നീ അടുത്ത ബഡ്ജറ്റിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് തുടങ്ങും ഇത്. കാരണം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾക്ക് അതിൽ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങുക എന്നുള്ളത് സമയമാണ് നമ്മുടെ പണം എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഞാനൊരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഞാൻ ഇവർക്ക് സബ്മിറ്റ് ചെയ്തു. അവർ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, കാരണം അവരവരുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതായിട്ടുള്ള ഒരു ഇതിലേക്ക് അവർ വന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബ്രദേഴ്സായിട്ടൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് വെച്ച് മുന്നോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയും പിന്തുണയോടെയാണ് ഞാൻ പിന്നെ അടുത്ത ഒരു പ്ലാനിലോട്ട് അല്ലെങ്കിൽ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ താങ്കൾ സെപ്പറേറ്റ് ചെയ്തു ഈ ഒരു ആക്ടിവിറ്റി മാത്രം. അതെ അതെ. ഇനി വേറൊരു എൻ്റെ മാത്രം നേതൃത്വത്തിലുള്ള ഒരു എൻറ്റിറ്റി ഇതിലേക്കാണ് പോയത്. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ചെയ്തത് എന്താ വെച്ചാൽ പണമായിരുന്നല്ലോ ഇതിന് വേണ്ടിയിരുന്നത്. അപ്പോൾ പണം കണ്ടെത്താൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ ഒരു നമ്മുടെ നേൽപ്പറഞ്ഞ കമ്പനിയിൽ നിന്ന് കേട്ടപ്പോൾ അതിന് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് 2 ടൈപ്പ് പ്രിവിലേജ് കാർഡ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രിന്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. അതൊരു 5,000 ഒരു കാർഡും 10,000 ഒരു കാർഡും. 5,000 കാർഡ് എടുക്കുന്ന ആളുകൾക്ക് 15,000 രൂപയുടെ ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് അവൈൽ ചെയ്യാം. 10,000 രൂപയുടെ കാർഡ് എടുക്കുന്ന ആളുകൾക്ക് 30,000 ഇതാവാം. വെരി ഗുഡ്. അപ്പോൾ അതിൽ അവർക്ക് സർജറിയും കാര്യങ്ങളും എല്ലാം ഫ്രീ ആണ്. 5 വർഷത്തേക്ക് അവർക്ക് ടോട്ടലി ഫ്രീ ആവുന്ന രീതിയിലേക്കുള്ള ഒരു സ്കീമായിരുന്നു അതുണ്ടായിരുന്നത്. ഞാനതൊരു ഒരു ടീമിനൊക്കെ ഫോം ചെയ്ത് ഞങ്ങൾ വീടാന്തരമൊക്കെ കയറി ഇറങ്ങി ഇതിനൊക്കെ പരിചയപ്പെടുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇൻഷുറൻസിനെ കുറിച്ച് അവർക്ക് അറിയുള്ളൂ. അതിന് നമുക്ക് ഡൗൺ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രീമിയം എന്നുള്ള രീതിയിൽ വളരെ ചെറിയ തുക ഉണ്ടാവുള്ളൂ, കിട്ടുന്നത് വലിയ എമൗണ്ടാണ്. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയത് കാരണം അവർക്ക് പെട്ടെന്ന് നോക്കാൻ ദഹിക്കുന്നില്ല. മാത്രമല്ല ഒരു പ്രശ്നം വന്നാലേ സർവീസ് കിട്ടുന്നുള്ളൂ. അതെ, മാത്രമല്ല കണ്ണിന്റെ മാത്രം ഫെസിലിറ്റീസ് അതിന് കിട്ടുന്നത്. അതെ, ബാക്കിയുള്ള എല്ലാ ടോട്ടലി എപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നം ആവണമെന്നില്ല. അപ്പൊ അതൊക്കെ കൂടെ കണ്ടപ്പോൾ ആളുകൾക്ക് ഇത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് വരികയും, എന്നാൽ ഇപ്പൊ തലേ ദിവസം പോലെ കഴിഞ്ഞ ആഴ്ചയൊക്കെ സർജറി കഴിഞ്ഞ ഒരാളെടുത്താണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അയ്യോ കുട്ടി നീ ഇപ്പോഴാണ് വരുന്നത്, നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത് എനിക്ക് എടുക്കാമായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ അവർക്ക് അത് അവരെ എക്സ്പീരിയൻസ് ചെയ്തത് എത്രമാത്രം വാല്യൂ ആണ്, എത്രമാത്രം ഓഫേഴ്സ് ആണ് ഇതിലൂടെ ഞങ്ങൾ കൊടുക്കേണ്ടത് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു 3-4 ലക്ഷം രൂപയ്ക്കാണ് 6 മാസം കൊണ്ട് എനിക്ക് ആകെ വന്നു. താങ്കളുടെ ടാർഗറ്റ് എത്രയായിരുന്നു? 2.5 കോടിയായിരുന്നു. അപ്പോൾ ഇത് സമയബന്ധിതമായിട്ട് എനിക്ക് തീർക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഞാൻ ഒരു LLP കമ്പനി ആക്കിയിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യുകയും ഒരു ഷെയറിന് 5 lakh വെച്ചിട്ടാണ് നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങിയത്. എന്താണ് പേരിട്ടത്? സെയിൻസ് ഐ ഹോസ്പിറ്റൽ LLP എന്നുള്ള പേരിലാണ്. ആ പേരിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? സെയിൻസ് എന്നുള്ളത് സൈനബ എന്നാണ് എൻ്റെ ഉമ്മാന്റെ പേര്. അപ്പോൾ ഉമ്മയുടെ എന്ന അർത്ഥത്തിൽ അപ്പോസ്ട്രോഫി ഒഴിവാക്കിയിട്ട് സെയിൻസ് എന്നുള്ളതിലാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ സെയിൻസ് ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദർ കമ്പനിയും കൂടെ നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മാന്റെ പേരിൽ തന്നെയാണ് അതുള്ളത്. പറയാം. അപ്പോൾ പിന്നീട് അടുത്ത പ്രയാണം തുടങ്ങി, ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കണം. അതെ, ഇൻവെസ്റ്റ്മെന്റ് ലഭിക്കണം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആദ്യം ഫസ്റ്റ് എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത്. ഫാമിലിയിലുള്ള ആളുകളെ പരമാവധി ഞാൻ അവോയ്ഡ് ചെയ്തു. കാരണം ഇത് നന്നാവാം, അത് മോശപ്പെടാം, അത് പിന്നീട് ഒരു ക്രെഡിറ്റ് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പരമാവധി ഫാമിലീസിനെ ഞാൻ ഒഴിവാക്കി. ആദ്യം എൻ്റെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ സുഹൃത്തുക്കളെ ആദ്യം സമീപിക്കുകയും അവർക്ക് എന്നെ പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് അവർ ഒന്നും ചോദിക്കാണ്ട് തന്നെ ഒരുപാട് പേര് എനിക്കതിന് ഇൻവെസ്റ്റ്മെന്റ് തന്നു. എന്താണ് അതിന്റെ റിട്ടേൺ? അവർക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നത് 10 to 20% ആണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ROI ആയിട്ട് ഇയർലി നമ്മൾ കണക്കാക്കുകയും 5 വർഷമാകുമ്പോഴേക്കും അവർക്ക് അവരുടെ 100% ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്ന രീതിയിലേക്കാണ്. ഒപ്പം ട്രീറ്റ്മെന്റ് ഫുള്ള് ഫ്രീ ആയിട്ടുമാണ് നമ്മളതിൽ കൊടുക്കുന്നത്. ട്രീറ്റ്മെന്റും ഫ്രീ ആണ്. വെരി ഗുഡ്. അതായത് ഒരു ഇൻവെസ്റ്റർക്കും 4 ഫാമിലി മെമ്പേഴ്സിനും ടോട്ടലി സർജറി ഒക്കെ ആണെങ്കിൽ 15,000 കാറ്ററാക്ട് സർജറിയാണ് നമ്മൾ അതിൽ ഫ്രീ കൊടുക്കാം. അപ്പം അതിലും കൂടുതൽ വരുന്നതാണെങ്കിൽ ഈ 15,000 അവർക്ക് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് പേ ചെയ്താൽ മതി. അങ്ങനെ 4 സർജറി ഉണ്ടായിരിക്കും ഇതുണ്ടാവുക. അത് നമ്മൾ അവരുടെ പാരൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും
നമ്മൾ ഇത്ര കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ്. അതേപോലെ തന്നെ ടോട്ടലി 5 മെമ്പേഴ്സിനാണ്, ഇൻവെസ്റ്റർക്ക് അടക്കം 5 ഫാമിലി മെമ്പേഴ്സിനാണ് ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെ 3 കോടി രൂപ നമ്മൾ അതിലൂടെ കണക്ട് ചെയ്യുകയും കഴിഞ്ഞ ഏപ്രിൽ 3 കോടി കിട്ടി. 3 കോടി കിട്ടി. ഓക്കെ. 3 കോടി കളക്ട് ചെയ്തു. ഞാൻ ഗൾഫിൽ പോവുകയോ അതൊന്നും ചെയ്തില്ല. ഇതുപോലെ തന്നെ റെഫറൽസിലൂടെയാണ്, റെഫറൽ മാർക്കറ്റിങ്ങിലൂടെ തന്നെയാണ് വന്നത്. വന്ന ആളുകൾ എനിക്ക് വേറെ ആളുകൾ തന്നുകയൊക്കെ ചെയ്തു. താങ്കളുടെ ടാർഗറ്റ് മുകളിൽ പോയപ്പോൾ മുകളിൽ പോയി. അത് വെച്ച് എന്താണ് തുടങ്ങിയത്? അത് വെച്ചിട്ട് നമ്മളൊരു ഐ ഹോസ്പിറ്റൽ തന്നെ നമ്മൾ ചെയ്തു. ഒരു 8000 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ഫ്ലോറാണ് അതിലുള്ളത്. അങ്ങനത്തെ സ്റ്റാൻഡ് അലോൺ ബിൽഡിങ്ങിലോട്ട് നമ്മൾ മാറി. എവിടെയാണത്? അത് ചെർപ്പളശ്ശേരി ടൗണിൽ നിന്ന് പട്ടാമ്പി റോഡിലോട്ട് പോകുമ്പോൾ 1 കിലോമീറ്റർ മാറിയിട്ട് മഞ്ചക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഹോസ്പിറ്റൽ ഉള്ളത്. ഞങ്ങളുടെ ഹോസ്പിറ്റൽ നോർമലി കാണുന്ന ഹോസ്പിറ്റലുകളുടെ ഒരു ആംബിയൻസ് അല്ല അതിലുള്ളത്. എനിക്കത് ആ ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽ ഫീൽ ഒരിക്കലും അവിടുത്തെ സ്മെല്ലിലോ കളറിലോ ഫർണിച്ചറിലോ ഒന്നിലും വരരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ഷനാണ് ആദ്യം തന്നെ ഡിസൈനിങ് ടീമിന് നമ്മൾ കൊടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കത് ഇതാക്കിയെടുക്കാൻ പറ്റും. വേറൊരു ആംബിയൻസ്, കാരണം നമുക്ക് ആർക്കും ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ കുടുങ്ങിയിട്ട് പോവുക, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നതല്ല. അപ്പോൾ അതൊരു ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസിലോട്ട് കൊണ്ടുവന്നു കഴിയുമ്പോൾ അതിന് വേറൊരു ആക്സെപ്റ്റൻസ് നമുക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയും അത് വളരെ സക്സസ് ആയിട്ട് തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിജയം എന്നുള്ളത്. അത് ഇപ്പം തുടങ്ങിയിട്ട് എത്ര നാളായത്? ഇപ്പം 5 മാസമായി. 5 മാസം. എങ്ങനെ പോകുന്നത്? വളരെ നന്നായിട്ട് പോകുന്നു. ഓരോ മാസവും നല്ല രീതിയിലുള്ള പേഷ്യൻസ് ഗ്രോത്തും അതുപോലെ തന്നെ ടോട്ടൽ കളക്ഷൻസിലൊക്കെ നല്ലതായിട്ട് പോകുന്നു. എത്ര ബെഡാണ് ഇതിൽ? ഐ ഹോസ്പിറ്റലുകളിൽ നമുക്ക് അഡ്മിറ്റ് ഇല്ല. നമ്മൾ കാറ്ററാക്ട് സർജറി കഴിഞ്ഞാൽ തിരിച്ചു ഒരു ഹാഫ് ആൻ അവർ ഒബ്സർവേഷൻ, അത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകും. അത്ര ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഓവർ ഹെഡ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്താൻ കുറച്ചും കൂടി ജനറൽ ഹോസ്പിറ്റൽ പോലെ നൈറ്റ് ഷിഫ്റ്റ് ഇല്ല ഇതിൽ. നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സാലറി, നല്ല സാലറി വരും, മെയിൻ്റനൻസ് വരും, KSCB എത്രയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്നത് കാരണം മെയിൻ്റനൻസ് നന്നായിട്ട്, ഓവർ ഹെഡ്സ് നന്നായിട്ട് കൂടും. പക്ഷേ ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഓവർ ഹെഡ്സ് വളരെ കുറവായതുകൊണ്ട് പെട്ടെന്ന് പ്രോഫിറ്റിലേക്ക് എത്താനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ 2 സ്ഥാപനങ്ങളായി. ഇപ്പോൾ 2 സ്ഥാപനങ്ങളായി. വേറെ എന്തെങ്കിലും തുടങ്ങിയോ? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒറ്റപ്പാലത്ത് ഒരു ഒപ്റ്റിക്കൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിട്ട് തന്നെ. അത് 2023 ഒക്ടോബർ 2-നാണ്. ഞാൻ എൻ്റെ വൈഫിനെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ റൂം 4 റെൻ്റ് എന്ന് എഴുതി കണ്ടു. എനിക്ക് ആകെ 24 ദിവസം സമയമാണ് അത് കണ്ടത്. 25 ലക്ഷം രൂപയാണ് നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒപ്റ്റിക്കൽസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോകുന്നത്? വളരെ സക്സസ് ആയിട്ട് പോകുന്നു, നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട്. കാരണം കൊറോണയ്ക്ക് ശേഷം ഐയുടെ കാര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആളുകളിൽ. എല്ലാവർക്കും കണ്ണിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെൻറ്റും സൊല്യൂഷൻസും ആണ് സയൻസിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്കൾക്ക് ഇപ്പോൾ 3 സ്ഥാപനങ്ങളാണുള്ളത്. 3 സ്ഥാപനങ്ങളാണുള്ളത്. അതെ. ഭാവി എന്താണ്? ഇനി 4ാമത്തെ പ്രൊജക്റ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടുന്ന് ചെർപ്പളശ്ശേരി ടൗണിൽ നിന്ന് പാലക്കാട് സൈഡിലോട്ട് കടമ്പഴിപ്പുറം പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഐ ക്ലിനിക്കായിട്ട് വരുന്നത്. അതുകൊണ്ട് എൻ്റെ വിഷൻ എന്നുള്ളത് 2033 ആകുമ്പോഴേക്കും 30 കണ്ണാശുപത്രികൾ വരണം. എവിടെ? കേരളത്തിലും പിന്നെ GCCയിലൊക്കെ ആയിട്ട് 30 എണ്ണമാണ് ഞാൻ കൗണ്ട് ചെയ്തിട്ടുള്ളത്. അത് 30 എണ്ണം കൗണ്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനാണ്. 1000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് 2033 ആകുമ്പോഴേക്കും വരണം. എക്സലന്റ്. അതാണ് എൻ്റെ ഒരു വിഷനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളിൽ തന്നെയാണ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആദ്യം ഉണ്ടായ ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാനായോ? അത് ഫുള്ളായിട്ട് പേ ചെയ്യാൻ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഞാൻ പുതിയ ഹോസ്പിറ്റൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ബാധ്യതകൾ തീർക്കും എന്നുള്ളത് എൻ്റെ ബ്രദേഴ്സിനോട് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അത് പാലിച്ചു. അപ്പോൾ ഇപ്പോൾ കണ്ട വിഷൻ അതൊക്കെ പൂർണ്ണമായും നടക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ്. 100% വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ 6 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇതിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്ത് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതാക്കുന്നത്. നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഇൻവെസ്റ്റേഴ്സും ഒക്കെ അവർക്കും അതുപോലെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ മുകളിൽ റിട്ടേൺ നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടു, ഹിദായത്തുള്ള എന്ന ആ പ്രവാസി അദ്ദേഹം നാട്ടിൽ വന്ന് ഒരു അവസരം വന്നപ്പോൾ ഒരു സംരംഭക മോഹം വന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെറിയ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു ഐ ക്ലിനിക്കായി തന്നെ. അതിലൊരു ഹേർഡിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സെയിൽസ് കൂട്ടുകയാണ് ഏറ്റവും നല്ല മാർഗം. അത് വിജയിപ്പിച്ചെങ്കിലും അതിലൊതുങ്ങാതെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് സംരംഭകർ ചെറിയ വിജയം നേടുമ്പോൾ അതിലൊതുങ്ങിപ്പോകുന്നതാണ്. എന്നാൽ വലിയ മോഹങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്.
എനിക്ക് ഈ ജേണിയിൽ ആസ് എ ബിസിനസ് കോച്ച് എനിക്ക് മനസ്സിലായത്, നമുക്ക് നമ്മുടെ നല്ല ഒരു ആശയമുണ്ടെങ്കിൽ നമ്മൾ പണത്തിൻ്റെ പുറകെ പോകേണ്ട, പണം നമുക്ക് വരും. പക്ഷെ അതിന് ക്ഷമ കാണിക്കണം, അതിന് നല്ലൊരു ബിസിനസ് മോഡൽ നമ്മുടെ കയ്യിലുണ്ടാവണം, അത് പ്രസൻറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അത് തന്നെയാണ് ഹിദായത്തുള്ള ചെയ്തത്. അദ്ദേഹത്തിന് നല്ലൊരു ബിസിനസ് മോഡൽ ഉണ്ടാക്കുകയും ഇന്ന് 3 സ്ഥാപനങ്ങളുടെ ഉടമയാവുകയും, തീർന്നില്ല, വലിയ മോഹങ്ങളാണ്. അടുത്ത 6 വർഷത്തിനുള്ളിൽ 1000 പേർക്ക് തൊഴിൽ കൊടുക്കുക, 30 സ്ഥാപനങ്ങൾ തുടങ്ങുക. ഇത്തരം സംരംഭകരും സംരംഭങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ഇതാണ് നമ്മുടെ നാടിന് വേണ്ടത്. തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. നിരവധി പേർ നമ്മുടെ നാട് വിട്ടു പോവുകയാണ്. ആ വിട്ടു പോകാതിരിക്കണമെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. ഇതായിട്ടുള്ള വളരെ എളിമയുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. താങ്കൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലിയുമായി ഒതുങ്ങി പോകുമായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങി ഒരു ചെറിയ സ്ഥാപനവുമായി നടന്നു പോകുമായിരുന്നു. പക്ഷേ വലിയ സ്വപ്നങ്ങൾ കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറായി. താങ്കൾക്കും താങ്കളുടെ സ്ഥാപനത്തിനും താങ്കളുടെ ഇൻവെസ്റ്റേഴ്സിനും എൻ്റെ വ്യക്തിപരമായ പേരിലും അതോടൊപ്പം തന്നെ സ്പാർക്കിളിൻ്റെ പാർട്ട്നേഴ്സും ടീമിനും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സർ.